ഹലോ ആൾ. അപ്പൊ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ്. സോ നമുക്കതിൽ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഒരു ജസ്റ്റ് എക്സാം ഓറിയന്റഡ് സമ്മറി പോലെ നോക്കാം ആൻഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വരുന്നത് നാട്യശാസ്ത്ര അല്ലെ, നാട്യശാസ്ത്രമാണ്. നമുക്ക് എന്താ നാട്യശാസ്ത്രം നോക്കാം. നാട്യശാസ്ത്ര ഈസ് ആൻ ആൻഷ്യന്റ് ഇന്ത്യൻ treatise on drama and performing arts written by Bharat Muni. It is considered the foundation of Indian drama, dance, music and stage performance. So നാട്യശാസ്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭരതമുനി രചിച്ചിട്ടുള്ള ഏറ്റവും പുരാതനമായ ഇന്ത്യൻ നാടക സിദ്ധാന്ത ഗ്രന്ഥമാണ് ഈ നാട്യശാസ്ത്ര എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് നമ്മളെ ഈ ഡ്രാമ, ഡാൻസ്, മ്യൂസിക്, സ്റ്റേജ് പെർഫോമൻസ്, ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാണ്. ആൻഡ് മെയിൻ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് രാസം, 9 രസങ്ങളുണ്ട്. ആ രാസമാണ് ആദ്യം വരുന്നത്. ഓക്കെ, രാസ മീൻസ് ദ ആസ്തെറ്റിക് പ്ലഷർ ഓർ ഇമോഷൻ എക്സ്പീരിയൻസ് ബൈ ദ ഓഡിയൻസ്. ഓക്കെ, പ്രേക്ഷകരുടെ മനസ്സിൽ ഉണരുന്ന സൗന്ദര്യാത്മകമായിട്ടുള്ള ആ ഒരു ആസ്തെറ്റിക് പ്ലഷർ ആണ്, ഒരു വികാരമാണ് ഈ ഒരു നവരസങ്ങൾ എന്ന് പറയുന്നത്. അവിടെ രസം ഏതൊക്കെ? ശൃംഗാര വരുന്നുണ്ട്, ഹാസ്യ, കരുണ, രുദ്ര, വീര, ഭയാനക, ബീഭത്സ, അത്ഭുത, ശാന്ത. ദാറ്റ് വി ഓൾ നോ അബൌട്ട് ഈ നവരസങ്ങളെ കുറിച്ചിട്ട്. നെക്സ്റ്റ് എന്താണ്? ഭാവ. ഓക്കെ, ഭാവം. ഭാവ മീൻസ് ദ ഇമോഷൻസ് എക്സ്പ്രസ്ഡ് ബൈ ആക്ടേഴ്സ്. ആക്ടേഴ്സ് ഉണ്ടാക്കുന്ന ഇമോഷൻസിനെയാണ് നമ്മൾ ഭാവ എന്ന് പറയുന്നത്. ഓക്കെ, ഭാവ പ്ലസ് ആക്ടിങ് ആണ് രസ. ഭാവം വെച്ചിട്ട് ഒരു ആക്ടർ ആക്ട് ചെയ്യുമ്പോൾ രസം എന്ത് ചെയ്യും? ആളുകൾക്ക് അത് ഓരോ ഇമോഷൻസ് ആയിട്ട് പ്രകടിപ്പിക്കുന്നു. പിന്നെ വരുന്നതാണ് ആക്ടിങ്, അഭിനയം. ഓക്കെ, അഭിനയ. ദർ ആർ 4 types ഓഫ് അഭിനയ. 4 types ഓഫ് അഭിനയങ്ങളുണ്ട്. ആഗിക അഭിനയ, വാചിക അഭിനയ, ആഹാര്യ അഭിനയ ആൻഡ് സർവിക അഭിനയ. ആംഗിക അഭിനയ എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻസ് ത്രൂ ബോഡി മൂവ്മെന്റ്സ് വഴി നമ്മൾ അഭിനയിക്കുക. വാചിക അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മളെ സംസാരത്തിലൂടെ അഭിനയിക്കുക. ആൻഡ് ആഹാര്യ അഭിനയം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂംസിൽ മേക്കപ്പ് വെച്ചിട്ട് സെറ്റ് ആക്കുക. ആൻഡ് സാത്വിക അഭിനയ പറഞ്ഞാൽ ഇന്നർ ഇമോഷണൽ എക്സ്പ്രഷനാണ് സാത്വിക അഭിനയ എന്ന് പറയുന്നത്. സോ അവിടുന്ന് വരാൻ സാധ്യതയുള്ള എക്സാം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഈസ് നാട്യശാസ്ത്ര ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് നാട്യശാസ്ത്രം ഇമ്പോർട്ടന്റ് ആയത്? ഫൗണ്ടേഷൻ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമയാണ്. എക്സ്പ്ലെയിൻസ് രാസ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുക. ഗിവ്സ് റൂൾ ഫോർ ആക്ടിങ് ആൻഡ് സ്റ്റേജ് ക്രാഫ്റ്റ്. സ്റ്റേജ് ക്രാഫ്റ്റിനും ആക്ടിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻഫ്ലുവൻസ് ഇന്ത്യൻ പെർഫോമിംഗ് ആർട്സ്. പിന്നെ വരുന്നതാണ് അഭിജ്ഞാന ശാകുന്തളം. ഓക്കെ, അഭിജ്ഞാന ശാകുന്തളം ഈസ് എ ഫേമസ് സാൻസ്ക്രിറ്റ് പ്ലേ റിട്ടൺ ബൈ കാളിദാസ. കാളിദാസ എഴുതിയിട്ടുള്ള ഒരു ഫേമസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാൻസ്ക്രിറ്റ് പ്ലേ ആണ്, രചിച്ച നാടകമാണ് ഇത് അഭിജ്ഞാന ശാകുന്തള എന്ന് പറയുന്നത്. ആക്ച്വലി അഭിജ്ഞാന മീൻസ് റെക്കഗ്നീഷൻ ആണ് ആൻഡ് ശാകുന്തള മീൻസ് സ്റ്റോറി ഓഫ് ശാകുന്തള ആണ്. അങ്ങനെയാണ് ശാകുന്തളയുടെ ഒരു അറിവ്, റെക്കഗ്നീഷൻ ആണ് ആക്ച്വലി ഈ അഭിജ്ഞാന ശാകുന്തളം. കിങ് ദുഷ്യന്ത ഫാൾസ് ഇൻ ലവ് ശകുന്തള. അല്ലെ, ദുഷ്യന്തൻ ശകുന്തളയുമായി പ്രണയത്തിലാവുന്നു. ദേ ഗെറ്റ് സീക്രട്ട്ലി മാരീഡ്. അവർ സീക്രട്ട്ലി വിവാഹം കഴിക്കുന്നു. ബിക്കോസ് ഓഫ് സേജ് ദുർവാസാസ് കേഴ്സ് ദുഷ്യന്ത ഫോർഗെറ്റ് ശകുന്തള. അതിനിടയ്ക്ക് കുറെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഇവള് ദുർവാസ മഹർഷി വരുമ്പോ മൈൻഡ് ചെയ്യാതെ ഇരുന്നതോടെ, ദുഷ്യന്തനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മൈൻഡ് ചെയ്യാതെ ഇരുന്നതോടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ദുർവാസാവ് കേഴ്സ് ശപിക്കുന്നുണ്ട്. അങ്ങനെ ദുഷ്യന്തൻ ഇവളെ മറന്നു പോകുന്നുണ്ട്. ലേറ്റർ ഹി റെക്കഗ്നൈസസ് ഹർ ത്രൂ എ റിംഗ് ആൻഡ് ദേ റീയൂണൈറ്റ്. ലാസ്റ്റ് ഒരു റിംഗിലൂടെ അവര് ഓർമ്മ പുതുക്കുകയും ആൻഡ് റീയൂണൈറ്റ് ചെയ്യുകയും ചെയ്യാണ്. ആൻഡ് അവിടെ പറയുന്ന മേജർ തീംസ് എന്ന് പറയുന്നത് ലവ്, പ്രണയം പറയുന്നുണ്ട്. ലവ് ബിറ്റ്വീൻ ദുഷ്യന്ത ആൻഡ് ശാകുന്തള ഇസ് ദ സെൻട്രൽ തീം. ശാകുന്തളയും അതുപോലെ ദുഷ്യന്തനും തമ്മിലുള്ള സ്നേഹം, ലവ് ആണ് അവിടെ സെൻട്രൽ തീമായിട്ട് വരുന്നത്. ആൻഡ് മെമ്മറി ആൻഡ് ഫോർഗെറ്റ്ഫുൾനെസ്. അല്ലെ, ദ കേഴ്സ് കോസ് മെമ്മറി ലോസ്. അല്ല, ആ ഒരു ശാപത്തിന് ശേഷം എല്ലാം മറന്നു പോകുന്നുണ്ട്. അപ്പൊ ആ മെമ്മറി ലോസും ഫോർഗെറ്റ്ഫുൾനെസ്സും പറയുന്നുണ്ട്. ഡ്യൂട്ടി വേഴ്സസ് ഡിസയർ വരുന്നുണ്ട്. കടമയും ആഗ്രഹവും കാണിക്കുന്നുണ്ട്. ദുഷ്യന്ത സ്ട്രഗിൾസ് ബിറ്റ്വീൻ ലവ് ആൻഡ് റോയൽ ഡ്യൂട്ടി. നേച്ചർ, പ്രകൃതിയെ കാണിക്കുന്നുണ്ട്. നേച്ചർ ഈസ് ഓൾമോസ്റ്റ് എ ക്യാരക്ടർ ഇൻ ദ പ്ലേ. ആ ഒരു പ്ലേയിലെ ഒരു ക്യാരക്ടറാണ് നേച്ചർ എന്ന് പറയുന്നത്. കാരണം നേച്ചറിലെ ഓരോ എലമെന്റ്സും അവരുടെ ലവിനെ റീയൂണൈറ്റ് ചെയ്യാൻ സഹായകമാകുന്നുണ്ട്. ആൻഡ് റോയൽ റെസ്പോൺസിബിലിറ്റി, രാജകീയ ഉത്തരവാദിത്തങ്ങൾ പറയുന്നുണ്ട്. എ കിങ് മസ്റ്റ് പ്രൊട്ടക്ട് ജസ്റ്റിസ് ആൻഡ് സൊസൈറ്റി. ഒരു കിങ് തീർച്ചയായിട്ടും ജസ്റ്റിസും സൊസൈറ്റിയും പ്രൊട്ടക്ട് ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കണം. ആൻഡ് അവിടെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ശാകുന്തള. ഇന്നസെന്റ് ആണ്, ലവിങ് ആണ്,
പേഷ്യന്റ് ആണ്, സാക്രിഫൈസിങ് ആണ്, സിമ്പിൾ ഓഫ് പ്യൂരിറ്റി ആണ്. പിന്നെ വരുന്നതാണ് മഹാഭാരത. The Mahabharata is the longest epic in the world written by വ്യാസ. വ്യാസ എഴുതിയിട്ടുള്ള ഒരു ലോങ്സ്റ്റ് എപ്പിക് ആണ് മഹാഭാരത എന്ന് പറയുന്നത്. സെൻട്രൽ തീം എന്ന് പറയുന്നത് ധർമ്മ. The Mahabharata explores what is right and what is wrong. എന്താണ് ശരി എന്നും എന്താണ് തെറ്റ് എന്നതും മഹാഭാരതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മേജർ തീംസ് എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റിസ്, നീതി. ഗുഡ് ഫൈനലി ട്രംസ് ഓവർ എവിൽ, അല്ലെ? നന്മ തിന്മയിലും എതിരാണെങ്കിൽ തിന്മയ്ക്കും അപ്പുറമാണെന്ന് പറയുന്നുണ്ട്. ഡെസ്റ്റിനി, വിധി കാണിക്കുന്നുണ്ട്. ഹ്യൂമൻ ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫേറ്റ്, ഹ്യൂമൻ ലൈഫ് ഫേറ്റ് ആയിട്ടും ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹ്യൂമൻ കോൺഫ്ലിക്റ്റ്, മനുഷ്യ സംഘർഷം കാണിക്കുന്നുണ്ട്. പവർ, ജലസി, ഗ്രീഡ് ആൻഡ് റിവഞ്ച് ക്രിയേറ്റ് കോൺഫ്ലിക്ട്സ്. പവറും ജലസിയും ഗ്രീഡും അത്യാഗ്രഹവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കോൺഫ്ലിക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് യുധിഷ്ഠിരയാണ്, ഒന്ന് സിമ്പിൾ ഓഫ് ധർമ്മയാണ്. ആൻഡ് കർണ വരുന്നുണ്ട്, സിമ്പിൾ ഓഫ് ജനോസിറ്റി ആൻഡ് ട്രാജഡി ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ദ്രൗപദി പറയുന്നുണ്ട്, സിമ്പിൾ ഓഫ് കറേജ് ആൻഡ് ഡിഗ്നിറ്റി. ആൻഡ് കൃഷ്ണ, ഗൈഡ് ആൻഡ് പ്രൊട്ടക്ടർ. ഇനി അവിടെ വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ദ മഹാഭാരത ടീച്ചേഴ്സ്. മഹാഭാരത ആസ് എൻ എപ്പിക് ഓഫ് ഡ്രാമ എന്ന് പറഞ്ഞിട്ട്. സോ മഹാഭാരത ടീച്ചേഴ്സ് ഡ്യൂട്ടി കാണിക്കുന്നുണ്ട്, ജസ്റ്റിസ് കാണിക്കുന്നുണ്ട്, മൊറാലിറ്റി കാണിക്കുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നുണ്ട്, ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ആക്ഷൻസും പറയുന്നുണ്ട്. പിന്നെ ദ ലിറ്റിൽ ക്ലേ കാർട്ട് എന്ന് പറയുന്നത് മൃജചടികം എന്ന് പറയുന്നത്. മൃജചടിക ഈസ് എ സാൻസ്ക്രിറ്റ് ഡ്രാമ റിട്ടൺ ബൈ ശുദ്രക എഴുതിയിട്ടുള്ള ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമയാണ് മൃജചടിക എന്ന് പറയുന്നത്. ആൻഡ് ദ പ്ലേ നരേറ്റ്സ് ദ ലവ് സ്റ്റോറി ബിറ്റ്വീൻ ചാരുന്ധത ആൻഡ് വസന്തസേന. ചാരുന്ധതയും വസന്തസേനയും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് അതിൽ കാണിക്കുന്നത്. ദ ലവ് ഫേസ് സോഷ്യൽ പൊളിറ്റിക്കൽ ഒബ്സ്റ്റക്സ്. അവരുടെ സ്നേഹത്തിന് പൊളിറ്റിക്കലായിട്ടും അതുപോലെ തന്നെ സോഷ്യലായിട്ടും ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ് നേരിട്ടവരായിരുന്നു. മേജർ തീംസ് എന്ന് പറയുന്നത് ഒന്ന് ലവ്, പ്രണയം തന്നെയാണ്. ദെൻ ഹോപ്പ്, പ്രതീക്ഷ പറയുന്നുണ്ട്. ദെൻ സോഷ്യൽ ക്ലാസ്, ഡിഫറൻസസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ആസ് ഷോൺ. ഒരു കാശുള്ള ഒരു കൊഡീഷനും ഒരു റിച്ചും ഒരു പൂറും തമ്മിലുള്ള ഡിഫറൻസസ് അവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ജസ്റ്റിസ്, നീതി കാണിക്കുന്നുണ്ട്. ആൻഡ് മൊറാലിറ്റി, ധാർമ്മികത കാണിക്കുന്നുണ്ട്. ട്രൂത്ത് ആൻഡ് വെർച്യു ആർ റിവാർഡഡ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഹോണസ്റ്റ്, ജനറസ്, നോബിൾ. ചാരുദത്തയുടെ ക്യാരക്ടേഴ്സ് ആണ് ഹോണസ്റ്റ് ആണ്, ജനറസ് ആണ്, നോബിൾ ആണ്. ദരിദ്രനാണെങ്കിലും ധാർമ്മികവും സത്യസന്ധനുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചാരുദത്ത എന്ന് പറയുന്നത്. വസന്തസേനയാണെങ്കിലോ ബ്യൂട്ടിഫുൾ ആണ്, കൈൻഡ് ആണ്, ഇൻഡിപെൻഡന്റ് ആയിരുന്നു. ധീരതയും എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയി ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു വസന്തസേന. ഇതിൽ സകാര വരുന്നുണ്ട്, വില്ലൻ ഓഫ് ദ പ്ലേ. ഈ പ്ലേത്തെ ഒരു വില്ലനാണ് സകാര എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മൃഗജാതിക. നെക്സ്റ്റ് ചിലപ്പതികാരം. ഓക്കെ, ചിലപ്പതികാരം ഈസ് എ തമിഴ് എപ്പിക് റിട്ടൺ ബൈ ഇലാഗു അടിക്കൽ. ഇലാഗു അടിക്കൽ എഴുതിയിട്ടുള്ള ഒരു തമിഴ് എപ്പിക്കാണ് ചിലപ്പതികാരം എന്ന് പറയുന്നത്. അതിലത്തെ ക്യാരക്ടേഴ്സ് കോവലന്, കണ്ണകി, മാധവി. ഓക്കെ, കോവലനെ സ്ട്രോങ്ലി എക്സിക്യൂട്ടഡ്. കോവലനെ തെറ്റായ രീതിയിൽ എന്ത് ചെയ്യണം, കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിക്കപ്പെടുകയാണ്. കണ്ണകി പ്രോസ് ഇസ് ഇന്നസെൻസ് ആൻഡ് കേഴ്സസ് മധുരൈ. അതിന്റെ ഭാഗമായിട്ട് തന്റെ ഭർത്താവിനെ തെറ്റായ രീതിക്ക് പിടിച്ചതുകൊണ്ട് തന്നെ അതുകൊണ്ട് മധുര രാജ്യത്തെ മൊത്തം കണ്ണകി എന്താണ്, ആ കോപം കൊണ്ട് ശപിക്കാണ് ഉണ്ടാവുന്നത്. മേജർ തീംസ് എന്ന് പറഞ്ഞ ഒന്ന് ജസ്റ്റിസ് പറയുന്നുണ്ട്. ചാസ്റ്റിസിറ്റി, പ്രതിപത്ത ധർമ്മം പറയുന്നുണ്ട്. മൊറാലിറ്റി, ധാർമ്മികത പറയുന്നുണ്ട്. സ്റ്റോറി ടീച്ചേഴ്സ് മോറൽ വാല്യൂസ്. അതുപോലെ തന്നെ സോഷ്യൽ വാല്യൂസ് പറയുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. കണ്ണകി ഹാസ് എ ഹീറോയിൻ. കണ്ണകി നമ്മളൊരു ഹീറോയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ കണ്ണകി റെപ്രസെന്റ്സ് ജസ്റ്റിസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. ചാസ്റ്റിസിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. കറേജ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. ഫീമെയിൽ പവർ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. സാൻസ്ക്രിറ്റ് ഡ്രാമ വേഴ്സസ് തമിഴ് പോളിറ്റിക്സ്. ഓക്കെ, സാൻസ്ക്രിറ്റ് ഡ്രാമ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ രാസയിൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും സാൻസ്ക്രിറ്റ് ഡ്രാമ ഉണ്ടായിരിക്കുക. ഫോക്കസ് ഓൺ ഇമോഷൻസ് ആൻഡ് ലാൻഡ്സ്കേപ്സ്. ഇമോഷൻസും ലാൻഡ്സ്കേപ്സും ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. എംഫസൈസസ് ഓൺ പെർഫോമൻസ്, പോയട്രി എംഫസൈസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ഡ്രാമാറ്റിക് സ്ട്രക്ചർ ആയിരിക്കും, സ്റ്റേജ് പെർഫോമൻസ് ആയിരിക്കും. അതാണ് നമ്മുടെ സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. തമിഴ് പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ഇമോഷൻസ് ആൻഡ് ലാൻഡ്സ്കേപ്സ്. ഇമോഷൻസും ലാൻഡ്സ്കേപ്സും ഫോക്കസ് ചെയ്തിട്ടായിരിക്കും തമിഴ് പോളിറ്റിക്സ് ഉണ്ടായിരിക്കുക. എംഫസൈസ് ഓൺ പോയട്രി എംഫസൈസ് ചെയ്തുകൊണ്ടായിരിക്കും. ലിറ്റററി സ്ട്രക്ചർ ഉണ്ടായിരിക്കും. നേച്ചർ ആൻഡ് ഹ്യൂമൻ ഫീലിങ്സ് ആയിരിക്കും അവിടെ പ്രതിഫലിപ്പിക്കുന്നുണ്ടായിരിക്കുക. ഇനി റോൾ ഓഫ്
സൂത്രധാർ അല്ലെ. സൂത്രധാറിന്റെ പങ്ക് എന്താ? The Sutradhar is the stage manager and narrator of Sanskrit drama. സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ നരേറ്ററും സ്റ്റേജ് മാനേജറുമാണ് ഈ സൂത്രധാർ എന്ന് പറയുന്ന വ്യക്തി. ഹി ഇൻട്രൊഡ്യൂസസ് ദ പ്ലേ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലെയിൻസ് ദ സ്റ്റോറി. സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കണക്ട് സീൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഗൈഡ്സ് ദ ഓഡിയൻസ്. ഓഡിയൻസിനെ ഗൈഡ് ചെയ്യുന്നുമുണ്ട്. ആൻഡ് ഈ ലാസ്റ്റ് വൺ ലൈൻ റിവിഷൻ പോലെ പറയുകയാണെങ്കിൽ നാട്യശാസ്ത്ര എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ഡ്രാമയാണ്. അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത് ലവ്, മെമ്മറി ആൻഡ് ഡ്യൂട്ടി ആണ്. മഹാഭാരതം എന്ന് പറയുന്നത് എപ്പിക് ഡ്രാമ ആൻഡ് ജസ്റ്റിസ് ആണ്. മൃദുചടിക എന്ന് പറയുന്നത് ലവ്, സോഷ്യൽ ക്ലാസ് ആൻഡ് മൊറാലിറ്റി ആണ്. സിലപ്പതികാരം എന്ന് പറയുന്നത് ജസ്റ്റിസ് ആൻഡ് ദ പവർ ഓഫ് കണ്ണകിയാണ്. ആൻഡ് സാൻസ്ക്രിറ്റ് ഡ്രാമ വേഴ്സസ് തമിഴ് പോയറ്റിക്സ് എന്ന് പറയുന്നത് രാസ ആൻഡ് പെർഫോമൻസ് വേഴ്സസ് ഇമോഷൻ ആൻഡ് ലാൻഡ്സ്കേപ്സ് ആണ്. സൂത്രധാർ എന്ന് പറഞ്ഞ നരേറ്റർ ആൻഡ് സ്റ്റേജ് മാനേജർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ. സോ ആ ഒരു ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുന്നൊന്നുകൂടെ പറയാം. നാട്യശാസ്ത്ര എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ഡ്രാമ ആൻഡ് രാസ തിയറിയാണ്. അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത് ലവ്, മെമ്മറി ആൻഡ് ഡ്യൂട്ടി ആണ്. മഹാഭാരത എന്ന് പറയുന്നത് എപ്പിക് ഓഫ് ധർമ്മ ആൻഡ് ജസ്റ്റിസ് ആണ്. ആൻഡ് മൃദുചടിക എന്ന് പറയുന്നത് ലവ്, സോഷ്യൽ ക്ലാസ് ആൻഡ് മൊറാലിറ്റി ആണ്. സിലപ്പതികാരം എന്ന് പറയുന്നത് ജസ്റ്റിസ് ആൻഡ് ദ പവർ ഓഫ് കണ്ണകിയാണ്. ആൻഡ് സാൻസ്ക്രിറ്റ് ഡ്രാമ വേഴ്സസ് തമിഴ് പോളിറ്റിക്സ് എന്ന് പറയുന്നത് രാസ ആൻഡ് പെർഫോമൻസ് വേഴ്സസ് ഇമോഷണൽ ലാൻഡ്സ്കേപ്സ് ആണ്. സൂത്രധാർ എന്ന് പറയുന്ന നരേറ്റർ ആൻഡ് സ്റ്റേജ് മാനേജർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമയാണ്. സോ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് ഈ എല്ലാ സ്റ്റോറി നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവാം. അതായത് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലോങ് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. നാട്യശാസ്ത്ര വിത്ത് എക്സാമ്പിൾസ്, അതുപോലെ ഡിസ്കസ് ജെൻഡർ ഇഷ്യൂസ്, കമ്പയർ ചെയ്യാൻ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇമ്പോർട്ടന്റ് ഷോർട്സ് നോട്ട്സ് നോക്കുക. ക്വിക്ക് റിവിഷൻ പോയിന്റ്സും ഈ ക്വസ്റ്റ്യൻസും നോക്കി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞത് ആൻഡ് നമ്മളിപ്പോ പറഞ്ഞത് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഒരു ഏകദേശം ധാരണയാണ്. ആൻഡ് ഈ ഒരു ബേസ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യുക, എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുകയും ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എക്സാം ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ആൻഡ് ഈ ഒരു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്.